ഹായ്, വെൽക്കം ടു ദ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് നരച്ച മുടി എങ്ങനെ നാച്ചുറൽ ഹെയർ ഡൈ ഉപയോഗിച്ച് കറുപ്പിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഹെയർ ഡൈ ഉണ്ടാക്കുന്നതിനായിട്ട് നമുക്കിതിൽ പ്രധാനമായിട്ടും ഹെന്ന പൗഡർ വേണം. അതുകൂടാതെ നീലാമരി പൗഡർ, ഇൻഡിഗോ പൗഡർ എന്ന് പറയും. ഇത് രണ്ടാണ് ഇതിൽ നമുക്ക് പ്രധാനമായിട്ടും വേണ്ടത്. അപ്പോൾ ഞാനിവിടെ കുറച്ച് ഹെന്ന പൗഡർ ഒരു ബൗളിലേക്ക് എടുത്ത് അത് മിക്സ് ചെയ്ത് കാണിച്ചു തരാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇതാണ്. ഇത് കഴിഞ്ഞിട്ട് വേറൊരു സ്റ്റെപ്പ്, രണ്ട് സ്റ്റെപ്പായിട്ടാണ് നമ്മൾ ഈ വീഡിയോ അല്ലെങ്കിൽ ഈ പ്രോസസ്സ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പിൽ നമ്മൾ ഹെന്ന പൗഡർ മിക്സ് ചെയ്തെടുക്കാൻ പോകുന്നു. അപ്പോൾ ഈ ബോളിലേക്ക് എടുത്ത ഹെന്ന പൗഡറിൽ ഞാനിവിടെ സാധാരണ പച്ചവെള്ളമാണ് ചേർക്കുന്നത്. അതിന് കുറച്ച് വെള്ളം ഒഴിച്ച് നമ്മൾ നന്നായി മിക്സ് ചെയ്ത് എടുക്കണം. ഇത് കുറച്ച് സമയം എടുത്ത് നമ്മൾ മിക്സ് ചെയ്യണം, കാരണം അപ്പോഴാണ് ഇത് പ്രോപ്പറായിട്ട് നമുക്കിതെല്ലാം മിക്സ് ചെയ്ത് കിട്ടത്തുള്ളൂ. അപ്പോൾ നമ്മളിങ്ങനെ ആദ്യം വെള്ളം ഒഴിച്ച് മിക്സ് ചെയ്യുമ്പോൾ ഈ ഒരു പരുവത്തിലിരിക്കും. അതിനുശേഷം കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇത്രയും നന്നായിട്ട് മിക്സ് ആയിട്ടുള്ള ഒരു പരുവത്തിലേക്ക് നമ്മളിതിനെ ടൈം എടുത്ത് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കണം. അപ്പോൾ ഇങ്ങനെ മിക്സ് ചെയ്തിട്ടുള്ള ഹെന്ന മിക്സ് നമ്മളൊരു 12 to 24 hours നമ്മൾ മാറ്റി വയ്ക്കണം. ഇതിലാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞു. ഇനി ഇതിലേക്ക് നമുക്ക് ഒന്നുകിൽ ഇത് നമ്മൾ മിക്സ് ചെയ്യുന്നത് ഒരു ഇരുമ്പിൻ്റെ പാത്രത്തിലാണെങ്കിൽ അങ്ങനെ ചെയ്യാം. അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തരത്തിലുള്ളൊരു പാത്രമാണ് നിങ്ങൾ എടുക്കുന്നുണ്ടെങ്കിൽ, ഒരു പ്ലാസ്റ്റിക്കോ അതല്ലാണെങ്കിൽ സെറാമിക്കോ ആണെന്നുണ്ടെങ്കിൽ അതിലേക്ക് ഒരു ഇരുമ്പാണി ഇട്ട് വെക്കുന്നത് നന്നായിരിക്കും. ഇപ്പോൾ കാണുന്നത് നമ്മൾ ഒരു 12 മണിക്കൂർ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള ഹെന്ന പൗഡറാണ്. അപ്പോൾ ഈ ഹെന്ന മിക്സ് ഇനി നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഞാനൊരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നരച്ച മുടിയിലേക്ക് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ട് നമ്മുടെ സ്കാൽപ്പിലോട്ട് ഇറങ്ങി ചെല്ലുന്ന രീതിയിൽ നന്നായിട്ട് നല്ല സമയമെടുത്ത്, നമുക്കൊരാളുടെ ഹെൽപ്പ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങനെ ചെയ്യാം. അതാകുമ്പോൾ കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഇവിടെ ഞാനത് സാവകാശം ഒരു ടൂത്ത് ബ്രഷ് ഉപയോഗിച്ച് നമ്മൾ പതുക്കെ എല്ലായിടത്തും എത്തുന്ന രീതിയിൽ മിക്സ് ചെയ്ത്. ഇത് നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ നമ്മുടെ ഫേസിലോ അല്ലെങ്കിൽ ചെവിക്കോ മുകളിലൊന്നും ആവാതെ ശ്രദ്ധിക്കണം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെയും നമുക്കൊരു ബ്രൗൺ കളർ വരും. അതുകൊണ്ട് ഒന്ന് കെയർ ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. മാത്രമല്ല നമ്മുടെ നരച്ച മുടിയുടെ എല്ലാ ഏരിയയിലേക്കും ഇത് മുഴുവനായിട്ടും അപ്ലൈ ചെയ്ത് നോക്കണം. ഒരു കണ്ണാടിക്ക് മുന്നിൽ നിന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കത് കുറച്ചുകൂടി നന്നായിട്ട് നമുക്ക് സ്വയം ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ നമുക്ക് വേറൊരാളുടെ ഹെൽപ്പോട് കൂടിയിട്ട് ചെയ്യാം. അപ്പോൾ ഇത് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ ഹെന്ന പ്രിപ്പയർ ചെയ്തു, മിക്സ് ചെയ്തിട്ട് 12 മണിക്കൂർ നമ്മൾ വെയിറ്റ് ചെയ്തു. അതിനുശേഷം നമ്മൾ തലയിലോട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. ഇപ്പോൾ ഞാൻ എല്ലാം അപ്ലൈ ചെയ്ത് കഴിഞ്ഞു. എല്ലായിടത്തും കംപ്ലീറ്റ് ആയിട്ട് ഞാനിതിനെ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഇനി ഒരു 2 to 3 മണിക്കൂർ അത്രയും സമയം നമ്മളൊന്ന് വെയിറ്റ് ചെയ്യണം. ഇനിയിപ്പോൾ 2 മണിക്കൂറെങ്കിലും നമ്മൾ ഒന്ന് വെയിറ്റ് ചെയ്തിട്ടാണ് ഇത് നമ്മൾ വാഷ് ചെയ്യാവും. ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ഇങ്ങനെ ഇരിക്കും. നമ്മുടെ മുടി, വെളുത്ത മുടിയെല്ലാം ഒരു ബ്രൗൺ കളറിലോട്ട് വന്നിട്ടുണ്ട്. ഒരു ഗോൾഡൻ ബ്രൗൺ എന്ന് പറയാം. ഈ ഒരു കളറിലോട്ട് വന്നിട്ടുണ്ട്. ഈ ഒരു കളറിലോട്ടാണ് നമുക്കിനി ഇൻഡിഗോ പൗഡർ അഥവാ നീലാമരി നമുക്ക് അപ്ലൈ ചെയ്യേണ്ടത്. ഈ നീലാമരി നമ്മൾ അപ്ലൈ ചെയ്യുന്നതിന്, പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്ക് കുറച്ച് വെള്ളം, ഒരു ഗ്ലാസ് വെള്ളം നമ്മൾ ചൂടാക്കി എടുക്കണം. ഒരു ഗ്ലാസ് വെള്ളം ചൂടാക്കി, ആ ചൂടായി വരുന്ന സമയത്ത് നമുക്കിതിലോട്ട് കോഫി പൗഡർ, ഞാനിവിടെ നെസ്റ്റഫിയുടെ റെഡ് മഗിൻ്റെ കോഫി പൗഡർ ഉപയോഗിച്ചിട്ടുള്ളത്, ഒരു 2 അല്ലെങ്കിൽ 3 ടീസ്പൂൺ കാപ്പിപ്പൊടി നമ്മൾ ഈ ചൂടുവെള്ളത്തിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. ഒരു 5 മിനിറ്റ് നമുക്ക് അതൊന്ന് തിളപ്പിച്ചെടുക്കാം. അപ്പോൾ തിളപ്പിച്ചെടുക്കുമ്പോൾ നല്ല ഡാർക്ക് കോഫി ആയിട്ട് നമുക്കത് കിട്ടും. ഇനി ഇത് നമ്മളൊരു കപ്പിലോട്ട് ഒഴിച്ച് ഏകദേശം ഒരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ നല്ല ചൂട് കുറഞ്ഞ് നമുക്കൊരു ഇളം ചൂട് പരുവത്തിൽ നമുക്കിത് കിട്ടും. ഈ മിക്സ് ഉപയോഗിച്ചാണ് നമ്മൾ ഹെന്ന പൗഡർ മിക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ബൗളെടുത്ത് അതിലോട്ട് ഇൻഡിഗോ പൗഡർ ഇട്ട് കൊടുക്കുന്നു. ഇനി ഈ ഇൻഡിഗോ പൗഡർ നമ്മൾ മിക്സ് ചെയ്യുന്നതിനൊക്കെ മുമ്പായിട്ട് നമുക്കിതിലേക്ക് അടുത്തൊരു ഐറ്റം വേണ്ടത് സാൾട്ടാണ്. ഇതിലേക്ക് നമുക്കൊരു 1 ടേബിൾ സ്പൂൺ സാൾട്ട് നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് പിങ്ക് സാൾട്ടാണ്.
ഒരു ടീസ്പൂൺ മതിയാവും. ഒരു 3-4 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ മിക്സ് ചെയ്യുമ്പോൾ ഒരു ടീസ്പൂൺ നമുക്ക് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സാൾട്ട് ഇട്ട് അത് നന്നായിട്ട് ഇൻഡിഗോ പൗഡറായിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഇതാണ് നമ്മുടെ സ്റ്റെപ്പ് 2-ൽ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്. ഇനി ഇങ്ങനെ നമ്മൾ മിക്സ് ചെയ്തെടുത്തിട്ട് സാൾട്ടുമായിട്ട് മിക്സ് ചെയ്തെടുത്തുള്ള ഇൻഡിഗോ പൗഡറിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ഡാർക്ക് കോഫി, അത് നമുക്ക് ഏകദേശം ഒരു 10-15 മിനിറ്റ് നമ്മൾ വെയിറ്റ് ചെയ്തപ്പോഴേക്കും അത് ഏകദേശം ചൂടാറിയിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാവുന്ന പരുവത്തിലേക്ക് വന്നിട്ടുണ്ട്. ഞാനത് ഇവിടെ ഒരു കപ്പിലേക്ക് എടുത്ത് മാറ്റി. ഇനി നമുക്ക് ഇത് കുറച്ചായിട്ട് നമുക്ക് നമ്മുടെ ഇൻഡിഗോ പൗഡറിൻ്റെ മിക്സിലേക്ക് ഒഴിച്ച് നമുക്കതിനെ പതുക്കെ നേരത്തെ ഹെന്ന പൗഡർ നമ്മൾ എങ്ങനെ മിക്സ് ചെയ്തോ അതേ പരുവത്തിലേക്ക് നമ്മളിതിനെ മിക്സ് ചെയ്തെടുക്കണം. നന്നായിട്ട് ടൈം എടുത്ത് മിക്സ് ചെയ്യണം. അപ്പോഴാണ് നമുക്കിത് പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് കിട്ടുള്ളൂ. അല്ലാണ്ടെങ്കിൽ ഇത് ഇടയ്ക്കിടയ്ക്ക് കട്ട പിടിച്ചിരിക്കും. അപ്പോൾ ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കളർ ഏകദേശം ഒരു ഡാർക്ക് ഗ്രീൻ കളറിലേക്ക് വന്നിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്യണം. അങ്ങനെ ടൈം എടുത്ത് മിക്സ് ചെയ്ത് ഇത് മിക്സ് ചെയ്ത് എല്ലാം പ്രോപ്പറായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഉടൻ തന്നെ നമുക്ക് ഇത് നമ്മുടെ ഹെയറിലേക്ക് അപ്ലൈ ചെയ്യാം. ഇത് കണ്ടു, ഓൾമോസ്റ്റ് ഒരു നല്ല ഡാർക്ക് ഗ്രീൻ വിട്ടിട്ട് ബ്ലാക്ക് കളറിലേക്ക് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ പെട്ടെന്ന് തന്നെ നമുക്ക് നമ്മുടെ ബ്രൗൺ കളറിൽ നമ്മൾ ഹെന്ന തേച്ച് നമ്മൾ വാഷ് ചെയ്തെടുത്ത ആ ഹെയറിലോട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇത് 2 രീതിയിൽ ചെയ്യുന്നുണ്ട്. ഒന്ന് ഹെന്ന തേച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ട് ഇത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ട്. ഇനി അതല്ല സമയമില്ലാത്ത ആൾക്കാർക്കാണെങ്കിൽ നമ്മൾ ഹെന്ന തേച്ച് ഹെയർ ഒന്ന് വാഷ് ചെയ്ത് അതൊന്ന് ഡ്രൈ ആയി 2-3 മണിക്കൂർ വീണ്ടും ഡ്രൈ ആയിട്ട് നമുക്കിതുപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഡാർക്ക് ബ്രൗൺ കളറായിട്ടുള്ള ഹെയറിലോട്ട് നമ്മളിത് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു. അത് കംപ്ലീറ്റ് നമ്മുടെ ഹെയറിൽ എല്ലാ സ്ഥലത്തും നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുക്കുക. വീണ്ടും നമ്മൾ മുമ്പ് ഹെന്ന തേച്ച് 2 മണിക്കൂർ വെയിറ്റ് ചെയ്തതുപോലെ തന്നെ നമ്മൾ ഇവിടെയും അത്രയും സമയം നമ്മൾ വെയിറ്റ് ചെയ്യണം. വെയിറ്റ് ചെയ്തിട്ട് ഹെയർ വാഷ് ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ റിസൾട്ടാണിത്. നന്നായിട്ട് ബ്ലാക്ക് ആയിട്ടുണ്ട്. ചിലപ്പോൾ നമുക്കിത് 1-2 പ്രാവശ്യം ഈ നീലാമരി റിപ്പീറ്റ് ചെയ്യേണ്ടി വരും, ചിലർക്ക് ഒന്നുകൂടി ഡാർക്ക് ബ്ലാക്ക് ആയിട്ട് കിട്ടണമെങ്കിൽ.